ചൂട് അതികഠിനമായതോടെ ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ അത്യാവശ്യമാണ്. ചൂട് കൂടുന്നത് മൂലമുണ്ടാകുന്ന പ്രയാസങ്ങളും പ്രതിവിധികളുമായി കോഴിക്കോട് ആശ്രമിംസിലെ ഡോക്ടർ അനൂപ് കുമാർ നമ്മളോടൊപ്പം ചേരുകയാണ്. കാണാം ശരത് എസ് തയ്യാറാക്കിയ റിപ്പോർട്ട്. വെയിലും ചൂടും കൂടിയതോടെ തന്നെ നാട്ടിലൊക്കെ തന്നെ പാമ്പ് ശല്യം വളരെ രൂക്ഷമായിരിക്കുകയാണ്. ഇതിനു പുറമെ സൂര്യാഘാതമടക്കമുള്ള പ്രശ്നങ്ങളും ചൂടുകാലത്ത് നേരിടുന്നുണ്ട്. ഇപ്പോൾ ചൂട് അതികഠിനമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രയാസകരമായ കാര്യം. നമുക്കൊപ്പം ആശ്രമിംസിലെ ഡോക്ടർ അനൂപ് കുമാർ കൂടി ചേരുന്നുണ്ട്. ഡോക്ടറെ, ഇപ്പോൾ സൂര്യാഘാതം വലിയ പ്രശ്നമാണ്, ഒപ്പം പാമ്പ് ശല്യവും നാട്ടിൽ രൂക്ഷമാണ്. ഈ സൂര്യാഘാതം എന്താണ്, എങ്ങനെയാണ് ഏൽക്കുന്നത്, അതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു. ഈ സൂര്യാഘാതം അല്ലെങ്കിൽ ഹീറ്റ് സ്ട്രോക്ക്, അതിനോടനുബന്ധിച്ച് തന്നെ പല രീതിയിലുള്ള വാക്കുകൾ ഇപ്പം പലരും മാധ്യമങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. സൂര്യാതപം, അങ്ങനെ പല വാക്കുകളുണ്ട്. നമ്മൾ മെഡിക്കലി നമ്മൾ ഇതിനെ ഹീറ്റ് റിലേറ്റഡ് ഡിസോർഡേഴ്സ് എന്നാണ് പറയുക. ഇത് ഊഷ്മാവ് വർദ്ധിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ. ഇതിൻ്റെ പല വകഭേദങ്ങളുണ്ട്. ഈ വകഭേദത്തിന് പോകുന്നതിൻ്റെ മുമ്പേ എന്തുകൊണ്ടാണ് ഹീറ്റ് സ്ട്രോക്ക് വരുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇത് വെയിൽ കൂടുന്നത് കൊണ്ടും ചൂട് കൂടുന്നത് കൊണ്ടും ആണ് കാരണമെങ്കിലും, പക്ഷെ അതുകൊണ്ട് മാത്രമല്ല, നമ്മുടെ ശരീരത്തിൽ എപ്പോഴും നമ്മുടെ ശരീരത്തിൽ തന്നെ ഒരു ഊഷ്മാവ് ജനറേറ്റ് ചെയ്യപ്പെടും. നമ്മുടെ ശരീരത്തിൽ എക്സസൈസ് ചെയ്യുമ്പോഴും അല്ലെ ശരീരത്തിലുള്ള ഒരു മെറ്റബോളിസത്തിന്റെ ഭാഗമായിട്ടൊക്കെ ഇതിനൊരു സന്തുലിതാവസ്ഥയുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിലേക്ക് ഒരു ഊഷ്മാവ് ഡെവലപ്പ് ചെയ്യും. അത് കുറേയൊക്കെ തന്നെ ശരീരം നമ്മളെ ഈ ആവിയായിട്ട് അല്ലെങ്കിൽ ഇവോപ്പറേഷനിലൂടെ കൂടെ തന്നെ അതിനെ പുറന്തള്ളുകയും ചെയ്യും. ഇതിൻ്റെ ഒരു സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുമ്പോഴാണ് എപ്പോഴും നമുക്ക് ഇതേ രീതിയിലുള്ള ഈ ചൂട് പോലെ ഉണ്ടാവുന്ന രോഗങ്ങൾ വരുന്നത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയുന്ന കണ്ടീഷൻ. ഇതിൻ്റെ ഏറ്റവും മിനിമലായിട്ടുള്ളതാണ് നമ്മൾ ഈ ചൂട് കൂടുമ്പോൾ ഉണ്ടാകുന്ന ക്ഷീണം അല്ലെങ്കിൽ തളർച്ച. വീഡിയോ ജേർണലിസ്റ്റ് മഹേഷ് കുമാറിനൊപ്പം റിപ്പോർട്ടർ ശരത് എസ് റിപ്പോർട്ടർ കോഴിക്കോട്.